ഗുഡ് മോർണിംഗ് എവ്രി വൺ. കുട്ടികളൊക്കെ വീട്ടിലാണ്. പല സാധനങ്ങളും കഴിക്കാൻ വേണമെന്ന് പറയാറുണ്ട്. അതിലേറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് അച്ചപ്പം. ശബ്ദം കേട്ടല്ലോ? അപ്പോൾ വരൂ, നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം. 1 കപ്പ് അരിപ്പൊടിക്കാണ് ഈ പറയണത്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. വറക്കാത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 മുട്ട ഉപയോഗിക്കുന്നുണ്ട് 1 കപ്പ് അരിപ്പൊടിക്ക്. അപ്പോൾ 2 മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 2 മുട്ട റൂം ടെമ്പറേച്ചറിൽ. എന്നിട്ട് 1/4 കപ്പ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല. എന്നിട്ട് ഈ മുട്ടയുടെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. അടിച്ച് പതപ്പിച്ച് നല്ല പോലെ ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുക. വീണ്ടും പറയുന്നു, വറക്കാത്ത അരിപ്പൊടിയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. എത്ര തേങ്ങാപ്പാൽ കട്ടിക്കുള്ളത് വേണമെന്ന് നമുക്ക് അളവ് പറയാൻ പറ്റില്ല. വേണ്ട ലെവലിലേക്ക് ഒഴിച്ചു കൊടുത്ത് കലക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ബിക്കോസ് ഓരോ അരിപ്പൊടിയും ബ്രാൻഡ് സഹിതം വ്യത്യാസമായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു പാകത്തിലേക്ക് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനെ കൊണ്ടുവരാൻ. സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ പോലെ നിങ്ങൾ കൊണ്ടുവരണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നുള്ള് ഉപ്പിടുക. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ഒരു പഞ്ചസാര ബാലൻസ് ചെയ്യാൻ. അതേമാതിരി തന്നെ എള്ള്, ഞാൻ കറുത്ത എള്ളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ജീരകം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കറുത്ത എള്ള് മാത്രം ഇടണം. നിങ്ങൾക്ക് ജീരകവും ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ആ മാവിലേക്ക് ഒന്ന് മുക്കി നോക്കിയിട്ട് ബാക്ക് വശം ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് ആ മാവ് ഷറേന്നും പറഞ്ഞ് ഒഴുകാൻ പാടില്ല. ഒരു വര വരച്ചാൽ അപ്പറും ഇപ്പറും കൂട്ടിമുട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇനി ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അടുത്ത പ്രൊസീജിയർ, 2 ചീഞ്ചട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ? ഈ 2 ചീഞ്ചട്ടി എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ, ഒരു ചീഞ്ചട്ടി ഫുള്ളായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫ്ലെയിം വെക്കും. ഇന്നൊരു ചീഞ്ചട്ടി വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. അതായത് സ്ലോ ആയിട്ടുള്ളതിൽ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനും, ഇപ്പുറത്തെ ഹൈ ആയിരിക്കുന്ന എണ്ണയിൽ നമ്മൾ നമ്മുടെ അച്ചു മുക്കി വെക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി ഒരു ചീഞ്ചട്ടിയിൽ നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അച്ചപ്പം കരിഞ്ഞു പോവും. ഇല്ലെങ്കിലോ അത്രമാത്രം എക്സ്പീരിയൻസ് വേണം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് മുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന ചീഞ്ചട്ടിയിലേക്ക് അതൊന്ന് അച്ചെടുക്കുക. എന്നിട്ട് മാവിലേക്ക് മുക്കുക. 3/4 മാത്രം മുക്കിയിട്ട് വീണ്ടും സ്ലോ ഫ്ലെയിമിലുള്ള ആ ഒരു എണ്ണയിലേക്ക് നിങ്ങൾ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം താഴെ വീണോളും. വീണ്ടും പറയുന്നു, ഹൈ ഫ്ലെയിമിലുള്ള സംഭവത്തിലേക്ക് എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് 3/4 മുക്കിയിട്ട് ലോ ഫ്ലെയിമുള്ള എണ്ണയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് സ്വയം അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴും. 1-2 ചിലപ്പോൾ പൊട്ടിന്ന് വരും. അതൊരു വിഷയമാക്കണ്ട. ഓക്കെ. അച്ചപ്പത്തിന് വേണ്ടത് ക്ഷമയാണ്. നല്ലപോലെ ക്ഷമയോട് കൂടിയിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മളിവിടെ എന്താ പറയുക, കമേഴ്ഷ്യലായിട്ട് ബിസിനസ് ചെയ്തിട്ട് എന്താണ് പറയുക, ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാനല്ല പോണത്. അതുകൊണ്ട് തന്നെ വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് പതുക്കെ എടുത്താൽ മതി. അപ്പറും ഉപ്പറും ആ എണ്ണയുടെ ചലചലപ്പം എല്ലാം ഒന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ എടുത്തിട്ട് എണ്ണ വാർത്ത് വയ്ക്കുക. എണ്ണ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു സോഫ്റ്റ്നെസ് പോലെ തോന്നിക്ക്, ഇരുന്ന് അത് മുറുകിക്കൊള്ളും. എപ്പോഴും അച്ചപ്പം കമഴ്ത്തിയിട്ടാണ് ഇടേണ്ടത്, അല്ലാണ്ട് മലർത്തി ഇടരുത്. അപ്പോഴേ എണ്ണ വാർന്ന് കിട്ടുള്ളൂ. ഇതുപോലെ ഓരോ അച്ചപ്പങ്ങളും നമ്മൾ മറ്റേ ഹൈ ഫ്ലെയിമിൽ നമ്മുടെ അച്ച എപ്പോഴും മുങ്ങിയിരിക്കണം. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് 3/4 മുക്കിയിട്ട്
ഈ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അപ്പറും ഉപ്പറും നല്ല രീതിയിൽ വെന്ത് ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ അച്ചപ്പങ്ങളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും 2 രീതിയിൽ വേണം. ഒന്നിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്നൊന്നിൽ മുറത്തിൽ ആയതിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ്. വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്ന് ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതിൽ ഒന്നാണ് അച്ചപ്പം എന്ന് പറയുന്നത്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം ടോളൂ. ഇനി ഒരു ചോദ്യം വരാം, ഞങ്ങൾക്ക് മുട്ട ഉപയോഗിക്കേണ്ട, അല്ലാത്തപ്പോൾ എന്താണ് ചെയ്യുക? മുട്ട ഉപയോഗിക്കാതെ അച്ചപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം. 1 കപ്പ് നമുക്ക് അരിപ്പൊടി എടുത്താൽ 1/2 കപ്പോളം മൈദ നിങ്ങൾ അതിൽ കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് സെയിം പ്രൊസീജിയർ അതേമാതിരി എന്താ പറയുക, പഞ്ചസാര ഡയറക്റ്റായിട്ട് ഇടണ്ട, പൊടിച്ച് പഞ്ചസാര ഇടും, അപ്പോൾ ഗ്രിപ്പ് കറക്റ്റായിട്ട് കിട്ടും. അതുമാത്രമല്ല തേങ്ങാപ്പാൽ വളരെ ലൂസാവാണ്ട് കുറച്ചും കൂടി കട്ടി തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ എഗ്ലെസ് ആയിട്ടുള്ള അച്ചപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.